നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഈ രാത്രിയിൽ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ഒരുമിച്ച് നമുക്ക് പഠിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ വിശേഷിച്ച് അതിൻ്റെ 4-ാം അധ്യായം മുഴുവനായും മുകളിലുള്ള അല്ലെങ്കിൽ 3-ാം അധ്യായം 13 മുതൽ 4-ാം അധ്യായം മുഴുവനായിട്ടും ആ ക്രിസ്ത്യൻ പെർസിക്യൂഷനെ കുറിച്ചായിരുന്നു പത്രോസ് എഴുതുന്നത്. നിങ്ങൾക്ക് നേരിട്ടതാകുന്ന അഗ്നിശോധനയെന്ന്, അല്ലെങ്കിൽ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധന എന്ന് ദൈവമക്കൾ നേരിടുന്നതാകുന്ന ആ പ്രയാസങ്ങളെ, അല്ലെങ്കിൽ ആ പെർസിക്യൂഷൻ, കർത്താവിൻ്റെ നാമനിമിത്തം അവരനുഭവിക്കുന്നതാകുന്ന പ്രയാസങ്ങളെ പത്രോസ് വിശേഷിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ മുഖം കാണാമല്ലോ. എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് ഈ ലൈറ്റ് നോക്കാനായിട്ട്. എനിവേ, നമുക്കൊരുമിച്ച് ദൈവവചനത്തെങ്കിൽ ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ തുടർന്നുള്ളതാകുന്ന വേദഭാഗത്ത് പ്രധാനമായിട്ട് മോനെ ഈ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാമോ? വെട്ടം കുറവായിരിക്കും എങ്കിലും ഓക്കെ. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്, ഗുഡ്. ഈ വേദഭാഗത്ത് പ്രധാനമായിട്ട് പത്രോസ് അപ്പോസ്തലൻ അഡ്രസ്സ് ചെയ്യുന്നത് ലോക്കൽ സഭയിലുള്ളതാകുന്ന ആ ലീഡർഷിപ്പിനെയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പാസ്റ്റേഴ്സ് എന്നുള്ളതാകുന്ന ആ ഒരു ശുശ്രൂഷ മാത്രമല്ല, വിവിധ നിലകളിലുള്ളതാകുന്ന ശുശ്രൂഷകളെക്കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രത്യേകത ആ വേദഭാഗം സത്യത്തിൽ നമ്മളത് ആ ലോക്കൽ സഭയിലെ ആ ലീഡർഷിപ്പും ദൈവം അധ്യക്ഷ സ്ഥാനത്തേക്കാക്കി വച്ചിരിക്കുന്ന, ദൈവം അങ്ങനെയുള്ള ശുശ്രൂഷ നൽകിയവരും ലോക്കൽ സഭയിലുള്ള മറ്റ് ദൈവമക്കളും അവർക്ക് ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് അവർ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതാകുന്ന ഒരു ലോക്കൽ കോൺഗ്രിഗേഷൻ, ഒരു ഹെൽത്തി ചർച്ച്, അല്ലെങ്കിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടായ്മ എല്ലാ നിലകളിലും പെർഫെക്റ്റ് ആണെന്നല്ല, എന്നാൽ മറ്റു വാക്കി പറഞ്ഞാൽ ദിസ് ഈസ് എ പാറ്റേൺ ഫോർ എ പെർഫെക്റ്റ് ചർച്ച്. പെർഫെക്റ്റ് ചർച്ച് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞിരിക്കുന്നു എന്നൊന്നുമല്ല, എന്നാൽ ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന അനുഗ്രഹീതമാകുന്ന ഒരു കൂട്ടായ്മയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ്, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് 2 നിലകളിലാണ് പത്രോസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ദൈവമക്കൾ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുകയാണ്. അങ്ങനെ ആ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവസഭ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഹെൽത്തി ആയിട്ട്, നന്നായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വർദ്ധിച്ചു വരണം. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വർദ്ധിച്ചു വരണമെങ്കിൽ ദൈവസഭയിലുള്ള, ദൈവമാക്കി വച്ചിരിക്കുന്ന ആ ലീഡർഷിപ്പും
ദൈവസഭയിലുള്ള മറ്റുള്ളവരും എങ്ങനെയായിരിക്കണം, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു സഭയുടെ നന്നായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും വളരെ അത്യന്താപേക്ഷിതമാകുന്ന ഒരു കാര്യമാണ് ഒരു ഹെൽത്തി ലീഡർഷിപ്പ് എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവവചനപ്രകാരമുള്ളതാകുന്ന ഒരു ശക്തമാകുന്ന ലീഡർഷിപ്പ് ആവശ്യമാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവവചനത്തിൽ നിന്ന്. അത് ഞാൻ വിശദീകരിക്കാം. എന്നാൽ അതേസമയം തന്നെ ആ ലീഡർഷിപ്പിനോട് ചേർന്ന് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ റെസ്പോൺസ്, അങ്ങനെയുള്ളതാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് അപ്പോസ്തലനാകുന്ന പത്രോസ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ കാര്യം അല്പമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ആ 1 മുതൽ 4 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ പ്രധാനമായിട്ട് സഭയുടെ ലീഡർഷിപ്പിനെ ഫോക്കസ് ചെയ്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ദൈവസഭയുടെ അല്ലെ ഒരു ലോക്കൽ സഭയുടെ ലീഡർഷിപ്പ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ബിബ്ലിക്കൽ പാറ്റേണിലോട്ടൊന്ന് പോയാൽ, ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും എന്ന് പറഞ്ഞാൽ ആ സഭയിൽ അല്ലെങ്കിൽ ആ ഏത് ദൈവമക്കൾക്ക് ഈ ലേഖനം എഴുതിയോ അവരോട് പറയുക, നിങ്ങളിലുള്ള മൂപ്പന്മാർ, എൽഡേഴ്സ്. അപ്പോൾ ഒന്നിലധികം പേര് ആ ശുശ്രൂഷയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവരുടെയും ശുശ്രൂഷ ഒരുപക്ഷെ പ്രസംഗമാകണമെന്നില്ല. എല്ലാവരുടെയും ശുശ്രൂഷ ഒരുപക്ഷെ ദൈവവചനം ടീച്ച് ചെയ്യുന്നതാകണമെന്നില്ല. അത് നിർബന്ധമില്ല. പക്ഷെങ്കിൽ അതൊരു ഒന്നിലധികമുള്ളതാകുന്ന ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് സത്യത്തിൽ ഒരു ലോക്കൽ സഭയുടെ പാറ്റേണായി നമുക്ക് ദൈവവചനത്തിലും അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലും കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ പട്ടണം തോറും മൂപ്പന്മാരെ എന്താക്കി വെച്ചു, ആക്കി വെച്ചെന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഓരോ പട്ടണത്തിലും എൽഡേഴ്സായിട്ടുള്ള, എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രായമായവർ എന്നുള്ള അർത്ഥത്തിൽ അല്ല അത് ഉദ്ദേശിക്കുന്നത്. എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചവരെന്നുള്ള അർത്ഥമാണ്. അല്ല, ഏജ് അല്ല അവിടെ അർത്ഥമാകുന്നത്. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എൽഡേഴ്സ് അവർ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു ദൈവസഭയിൽ. അതുപോലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അനേക വേദഭാഗങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. പൗലോസ് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ മിലത്തോസിലോട്ട് എന്ത് ചെയ്തു, വരുത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം പേരവിടെ ഉണ്ടായിരുന്നു. മൂപ്പന്മാരെന്നാണ് വായിക്കുന്നത്. ഒന്നിലധികം പേരുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ദൈവസഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ലീഡർഷിപ്പിന് പ്രധാനമായിട്ട് പല പര്യായ പദങ്ങളായിട്ട് പല പദങ്ങൾ അവരുപയോഗിക്കുന്നുണ്ട്. മൂപ്പൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ പാസ്റ്റർ എന്നുള്ള പദം ബിബ്ലിക്കലാണ്. ഇടയൻ, ഷെപ്പേർഡ്, ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വലിയ അധികാര ശ്രേണിയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അധ്യക്ഷൻ, ഓവർസിയർ മുകളിലിരിക്കുന്നു, അതിൻ്റെ താഴെ പാസ്റ്റർ ഇരിക്കുന്നു, അതിൻ്റെ താഴെ മൂപ്പന്മാർ, അതൊന്നുമല്ല. അതല്ല ദൈവവചനത്തിൽ. ഇതെല്ലാം ഇൻ്റർചേഞ്ചബിളി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. അതിനെക്കുറിച്ച് വേണേൽ നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് കഴിയും. ഇൻ്റർചേഞ്ചബിളി ഉപയോഗിച്ച് അല്ലെന്ന് പറഞ്ഞാൽ, ഇൻ്റർചേഞ്ചബിളി എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിച്ച്. മൂപ്പനെന്ന് വിളിച്ചിട്ടുണ്ട്,
അധ്യക്ഷനെന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം തീത്തോസിൻ്റെ ലേഖനത്തിലും തിമോത്തിയോസിൻ്റെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, അധ്യക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. അധ്യക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഓവർസിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇടയനെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെപ്പേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ. അപ്പം ഈ 3 പ്രയോഗങ്ങളും, അല്ലെങ്കിൽ നേരിട്ട് മൂപ്പനെന്നും പിന്നെ അധ്യക്ഷനെന്നും പാസ്റ്ററെന്നും ഒക്കെയുള്ള അർത്ഥം വരുന്ന ആ ശുശ്രൂഷകളെ കുറിച്ച് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവസഭയുടെ ആ ഒരു ലോക്കൽ സഭയുടെ ആ പാറ്റേൺ എന്ന് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെയാണ്. ഇന്ന് സത്യത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടങ്ങൾ തുടങ്ങിയതിൽ നിന്നൊക്കെ ഇന്നങ്ങ് വ്യതിചലിച്ചു പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഓഫ് കോഴ്സ് കാലങ്ങൾ കഴിയുമ്പോൾ ആ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ചിലപ്പം പുറമെ അല്പം ചില മാറ്റങ്ങളൊക്കെ ആവശ്യമായി വന്നേക്കാം. പക്ഷെങ്കിൽ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ദൈവസഭയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രിഗേഷനിൽ എല്ലാ അല്ലെങ്കിൽ അതിന്മേൽ അധികാരത്തോടെ വാണരുളുന്ന ഒരു വ്യക്തിത്വവും അതിൻ്റെ കീഴെയുള്ളതാകുന്ന കുറേ പ്രജകളും അങ്ങനെയല്ല ദൈവസഭയുടെ ആ ഘടനയെന്നുള്ളത്, ആ മാതൃകയെന്നുള്ളത്, ആ ബിബ്ലിക്കൽ പാറ്റേൺ അങ്ങനെയല്ല. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എനിവേ, ഈ കാര്യമൊക്കെ നമ്മൾക്ക് ദൈവവചന പ്രകാരം വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടതാകുന്ന വിഷയങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ ആ വിഷയം അല്പം മാറ്റിവെച്ചിട്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ എൽഡേഴ്സിനോട് ഉള്ളതാകുന്ന പ്രബോധനം എന്താ? എൽഡേഴ്സിനോടുള്ള പ്രബോധനം എന്താ? ആ എൽഡേഴ്സിനോടുള്ളതാകുന്ന പ്രബോധനം അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ട് മൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ 4-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ആ റെഫറൻസ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായിട്ട് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ ഒരു ചിന്തയാണത്. നമ്മൾ കാണുന്നുണ്ട്, ദൈവഗൃഹത്തിൽ എന്തോ ആരംഭിക്കുകയാണ്, അവിടെ ന്യായവിധി ആരംഭിക്കുക. അത് എവിടെയാണ് തുടങ്ങിയെന്നറിയോ? മൂപ്പന്മാരുടെ മേലെ ആദ്യം തുടങ്ങി, എന്നിട്ടാണ് പുറത്തോട്ട് വന്നത്. ഏകദേശം ആ ചിന്ത തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്യൂരിഫയിങ് ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുൻപേ നിങ്ങളിലുള്ള മൂപ്പന്മാരെ, അതായത് ദൈവസഭയിലുള്ള ആ മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും. ഇവിടെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര റിമാർക്കബിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. കാരണം സത്യത്തിൽ ഈ പത്രോസ് അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്നത്, ഈ റോമാസഭ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പത്രോസിൻ്റെതെന്ന് പറയുന്ന ഈ പടമൊക്കെ ചിലയിടത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് പത്രോസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 താക്കോലിരിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ 2 താക്കോൽ എന്തൊക്കെയാണെന്നറിയോ? എന്തോ താക്കോൽ? സ്വർഗത്തിൻ്റെ പാതാളത്തിൻ്റെ. അതാണ് കൺസെപ്റ്റ് എന്നാണ് എൻ്റെ ചിന്ത. എനിവേ, അപ്പോൾ പലരും കരുതുന്നത് പത്രോസ് അത്ര അഗ്രഗണ്യനായിരുന്നു. അത് കാരണം അങ്ങനെയാണല്ലോ. എന്നാൽ ഈ പത്രോസ് തന്നെ വിശേഷിപ്പിക്കുന്ന ഈ വിശേഷണം ഒന്ന് ശ്രദ്ധിച്ച്. അത് വളരെ റിമാർക്കബിളാണ്. സ്വർഗത്തിൻ്റെയും
പാതാളത്തിൻ്റെ താക്കോല് നിനക്ക് തരുന്നു, നീ പത്രോസാകുന്നു, നിൻ്റെ മേൽ ഈ പാറമേൽ ഞാൻ എന്ത് ചെയ്യും, ഈ സഭയെ പണിയും എന്നൊക്കെ കർത്താവ് നേരിട്ട് പറഞ്ഞ ഈ മനുഷ്യൻ പറയുക, നിങ്ങളിലുള്ള ഒരു കൂട്ടുമൂപ്പനാ ഞാൻ. സി, നമ്മൾ ഈ ബിബ്ലിക്കൽ പാറ്റേണിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നുള്ളതാകുന്ന ഈ ജാടകളൊക്കെ കുറഞ്ഞു കിട്ടുമെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പോകാൻ മനസ്സില്ലാത്തതും, ഇല്ലേ? ഇന്നുള്ളതാകുന്ന ഈ റെവറൻറ്റും റൈറ്റ് റെവറൻറ്റ്, എനിക്കറിയാം, ഞാനിത് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാം, അയാൾ പിന്നെയും പറയാമെന്ന്, എങ്കിലും വേണ്ടിയില്ല, ഇതൊക്കെ കുറച്ച് മാറി കിട്ടും. റൈറ്റ് റെവറൻറ്റും റോങ് റെവറൻറ്റും ഒക്കെ ഇച്ചിരി കുറയും ആ ബിബ്ലിക്കൽ പാറ്റേണിലോട്ടൊന്ന് പോയാൽ. കാരണം സത്യത്തിൽ റെവറൻറ്റ് എന്നൊക്കെ പേരിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവർ. കാരണം ഈശോ മശിഹായെ നേരിട്ട് കണ്ട ആൾക്കാരാണ്, നേരിട്ട് അപ്പോസ്തലത്വം പ്രാപിച്ചയാളാണ്. അപ്പം അങ്ങനെയുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലനും ഇത് തന്നെയല്ലേ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവിടെയും ഇതിന് തത്തുല്യമാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 1:9, നിങ്ങളുടെ അത്ര എൽഡർലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയുക. അന്ന് ഇതെഴുതുമ്പം 90-ലധികം അദ്ദേഹത്തിന് പ്രായമുണ്ട്, 100ഓളം വയസ്സുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയുക, നിങ്ങളുടെ സഹോദരൻ. അപ്പോൾ അത് വളരെ റിമാർക്കബിളാണ്. പത്രോസ് തന്നെ വിശേഷിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ, എ ഫെലോ എൽഡർ. ആരോടിത് പറഞ്ഞോ അവർക്ക് ഈ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനുള്ളവരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സഭയിലുള്ളതാകുന്ന ആ എൽഡേഴ്സ്, ആ ലീഡർഷിപ്പ്, ആ മൂപ്പന്മാർ, അവർക്ക് പത്രോസിൻ്റെ ഒപ്പം ഉള്ളതാകുന്ന ഈ അധികാരവും ഈ പദവിയും ഒന്നും അവകാശപ്പെടാനുള്ളവരല്ല. പക്ഷെങ്കിൽ അവരോട് പറയുകയാണ്, ഒരു കൂട്ടുമൂപ്പനാകുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഇനിയും മറ്റൊരു കാര്യം കൂടെ പത്രോസ് അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്, അതെന്നെ വളരെ ടച്ച് ചെയ്തു. അവനിങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി. സത്യത്തിൽ ആ ഒരു വിശേഷണം പത്രോസ് തന്നെക്കുറിച്ച് പറയുന്നത് അല്പം അതിശയോക്തിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രാരംഭമായിട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ, ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പത്രോസ് ആ പുനരുത്ഥാനത്തിൻ്റെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സമയത്ത് പത്രോസ് കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് വന്നേച്ച് നമ്മൾ വായിക്കുന്നത് എന്താ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വിട്ടുപോയി. ആ കൂട്ടത്തിൽ ആരും പോയി? പത്രോസും പോയി. പക്ഷെ ഇവിടെ പത്രോസ് തന്നെ വിശേഷിപ്പിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അത് നിശ്ചയമായിട്ടും പത്രോസിൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. കാരണം ക്രിസ്തുവിൻ്റെ അവരെല്ലാം വിട്ടുപോയാലും ഞാനെന്ത് ചെയ്യില്ല, ആ ഒരു ചിന്തയൊക്കെ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകുമെന്നൊക്കെ പറഞ്ഞപ്പം
കർത്താവ് പറഞ്ഞപ്പം പത്രോസ് എന്നാ പറഞ്ഞേ? ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വേണേ പോകാമായിരിക്കും, പക്ഷേ ഞാൻ പോവുകയില്ല എന്ന് പത്രോസ് തറപ്പിച്ച് പറഞ്ഞതാണ്. ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെയാകാം കർത്താവ് അതനുവദിച്ചതും. കാരണം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഇത് ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റില്ല. വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു, ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല അധ്യായം കൂടെ ഒന്ന് പറഞ്ഞു, 22 പറഞ്ഞു, 22-ന്റെ 31. യെസ്, നോക്ക, സാത്താൻ നിങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂട്ടിയാണ് പറയുന്നത്. നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. കൽപ്പന, അത് ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വേദഭാഗം അത്. കാരണം ഈ തള്ളിപ്പറയാൻ നിൽക്കുന്ന ഈ പത്രോസിനെ പോലെയുള്ള ഒരു വിശ്വാസിയെപ്പോലും എൻ്റെ അടുത്ത് ഒന്ന് എത്തണമെങ്കിൽ സാത്താൻ എന്തോ വേണം? ദൈവത്തിൻ്റെ പെർമിഷൻ വേണമെന്ന്. മനസ്സിലാകുന്നേ? ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ. പക്ഷെ കർത്താവ് ചിലപ്പോൾ എന്തു ചെയ്യും? അതനുവദിക്കും. അതനുവദിക്കുന്നത് എന്തിനാ? നമ്മളവിടെ വായിക്കുന്നത്, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഇത് സത്യത്തിൽ ഇത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. തടവിലാകാൻ മാത്രമല്ല, അപ്പോൾ പത്രോസിന് തന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്താ? മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. പക്ഷെങ്കിൽ കർത്താവിനറിയായിരുന്നു പത്രോസ് ആരാന്ന്. പക്ഷെ പത്രോസിന് അറിയത്തില്ലായിരുന്നു പത്രോസ് ആരാണ്. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം ഇതാ. കർത്താവിനറിയാം നമ്മൾ ആരാന്ന്, നമ്മൾ എത്രത്തോളം ഉള്ളതെന്നൊക്കെ ഉള്ളത് കർത്താവിനറിയാം, എന്തോ വരെ പോകുമെന്നൊക്കെ ഉള്ളത് കർത്താവിനറിയാം, നമ്മുടെ കപ്പാസിറ്റിയൊക്കെ കർത്താവിനറിയാം, അറിയാൻ വേണ്ടിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്ത നമ്മൾ മറ്റുള്ളവരെക്കാളും കേമന്മാരാന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ചിന്ത നമ്മൾ മറ്റുള്ളവരെക്കാളും കേമന്മാരാന്ന. അപ്പം നമ്മൾ മറ്റുള്ളവരെക്കാളും കേമന്മാരല്ലെന്ന് നമുക്കൊന്നറിയണമെങ്കിൽ ഇങ്ങനെയുള്ളത് സംഭവിച്ചേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ചില ഫെയിലിയേഴ്സ് ജീവിതത്തിൽ അനുവദിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട്. There is a purpose behind the failures. പല ഫെയിലിയേഴ്സ് ഉണ്ട് അല്ലേ? എത്ര ഫെയിലിയേഴ്സ് ഉണ്ട്. നമ്മളിനി കോപിക്കത്തില്ല, നമ്മൾ വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിളായിരിക്കും. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനുള്ള സാഹചര്യങ്ങളൊന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ മുന്നേ കയറി പെട്ടെന്നൊന്ന് വെട്ടി. അന്നേരം വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നു. ഇതൊരു കോപമായിരുന്നു അല്ലേ? അന്നേരമാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആരാന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ വളരെ ഹമ്പിളാണ്, വളരെ നല്ല മനുഷ്യരാ എന്ന നമ്മുടെ ചിന്ത. പക്ഷേ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവത്തിനറിയാം നമ്മൾ ആരാന്ന്.
നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ നമ്മൾ താഴ്മ പഠിക്കുകയല്ലെന്നും ദൈവത്തിനറിയാം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരാകുകയില്ല. അതിനാണ് ദൈവം ഫെയിലിയേഴ്സ് അനുവദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫെയിലിയറായെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ പത്രോസ് ഇത് റീകോൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? ഇത് ഓർമ്മിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇത് പത്രോസ് എപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷം. അതിനകത്ത് വളരെ ഗ്രാഫിക്കായിട്ടാണ് എഴുതിയേക്കുന്നത്, വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. കാരണം മർക്കോസ്, ജോൺ മാർക്ക് എന്ന് പറയുന്നയാൾ പത്രോസിൻ്റെ ഒരു ശുശ്രൂഷക്കാരനായിരുന്നു, ഒരു ഡിസൈപ്പിളായിരുന്നു. അപ്പോൾ ജോൺ മാർക്ക് അത് രേഖപ്പെടുത്തണമെങ്കിൽ, ഈ ഉള്ളി നടന്നത് എന്താണെന്ന് എഴുതണമെങ്കിൽ, ആ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് പിന്നീട് ലൂക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും എഴുതപ്പെട്ടത്, ബേസ്. അപ്പോൾ അകത്തെന്നാ നടന്നേന്നുള്ളത് ആരോട് പറഞ്ഞു കാണും? മർക്കോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും അത് മറന്നിട്ടില്ല. എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞവനാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് എന്തില്ലായിരുന്നു? ഒരു മടിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ പത്രോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് ഞാൻ എന്താ? സാക്ഷിയാണ്. പക്ഷേ സാക്ഷി അല്ല എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പത്രോസ് ഇത് സാക്ഷിയാണെന്ന് പറയുന്നു? അതിനൊരു കാരണമേ ഉള്ളൂ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആ പാപം പോലും ദൈവം തൻ്റെ കൃപയാൽ തന്നോട് ക്ഷമിച്ചു എന്നുള്ളതാകുന്ന തിരിച്ചറിവാണ് ഇപ്പം ഇതെഴുതാനുള്ള കാര്യമെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ആ ഒരു വലിയ ഫെയിലിയർ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് തന്നോട് ക്ഷമിച്ചു എന്നുള്ളതാകുന്ന തിരിച്ചറിവ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഫെയിലിയേഴ്സ് അതിൽ തന്നെ അവസാനമല്ല. കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മെ ഉദ്ധരിപ്പാൻ കഴിയാത്ത ഒരു ഫെയിലിയറുമില്ല. കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മെ ഉദ്ധരിപ്പാൻ കഴിയാത്ത, നമ്മെ മാനസാന്തരപ്പെടുന്ന ഒരാളെ, മാനസാന്തരപ്പെടാത്തവരെയല്ല, മാനസാന്തരപ്പെടുന്ന ഒരാളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയാത്തതാകുന്ന ഒരവസ്ഥയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടതാകുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ച് പത്രോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ്. ഇനി ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണെന്ന് മാത്രമല്ല, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമാണ്. കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷി, വെളിപ്പെടുവാനുള്ള തേജസ്, വരാൻ പോകുന്ന തേജസ്സിന് കൂട്ടാളിയുമാണ് ഞാൻ. ഇത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യമാണ്. നമ്മൾ മുമ്പേ റെഫർ ചെയ്ത ആ വേദഭാഗം വെളിപ്പാട് പുസ്തകത്തിലും ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 1:9 ക്രിസ്തുവിൻ്റെ, അതായത് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ ഞാൻ. അപ്പോൾ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടാളി അല്ലെ, അതിന് സാക്ഷിയാണ്. ഇനി വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിന് ഞാൻ കൂട്ടാളിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന
ആ പത്രോസ് ഒരിക്കൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ശരിയാ. ഈ മൂപ്പൻ, ഈ കൂട്ടുമൂപ്പൻ തന്നെ വിശേഷിപ്പിക്കുക. പക്ഷെങ്കിൽ ആ കൂട്ടുമൂപ്പനാകുന്ന എന്നെ കർത്താവ് റെസ്റ്റോർ ചെയ്തു. എന്നെ റെസ്റ്റോർ ചെയ്തെന്ന് മാത്രമല്ല, എന്നെ യഥാസ്ഥാനപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇനിയുമുള്ളതാകുന്ന തേജസ്സിന് ഞാൻ എന്താ, കൂട്ടാളിയുമാണ്. അങ്ങനെ കൂട്ടാളിയുമായ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതാകുന്ന ആ കാര്യം, സാത്താൻ കോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചപ്പോൾ ഈ സാത്താനെ കൊണ്ട് ദൈവം പത്രോസിനെ പാറ്റി. പക്ഷെങ്കിൽ പിശാചിൻ്റെ ലക്ഷ്യം പത്രോസിനെ അകറ്റിക്കളയാൻ വേണ്ടിയിട്ടായിരുന്നു, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം അതിലെന്തായിരുന്നെന്നറിയാമോ? ഈ പാറ്റുന്നതിൽ എന്താ സത്യത്തിൽ സംഭവിക്കുന്നേ? പതിര് പുറത്തു പോവും. അപ്പം ഇത് ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തിൽ. ഏറ്റവും നിഗളിയാകുന്ന ഈ ബീയിങ്ങിനെ കൊണ്ടാ, ഏറ്റവും അഹങ്കാരിയാകുന്ന ഇവനെ കൊണ്ടാ ഒരിക്കൽ തൻ്റെ ഭൃത്യൻ താഴ്മയോടെ ജീവിക്കേണ്ടതിന് കുത്താൻ വേണ്ടി ഒരു ശൂലവും കൊടുത്ത് ഇവനെ ഏൽപ്പിച്ചു. വായിച്ചിട്ടില്ലേ പൗലോസിൻ്റെ ജീവിതം? എത്ര നിഗളിയാണ് പിശാച്, അഹങ്കാരിയല്ലേ. അവനെ കൊണ്ടാണ് നോക്കി അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അറിയാതെയും അനുവദിക്കാതെയും ആത്മലോകത്തിലെ വളരെ ശക്തനാകുന്ന ഈ ജീവിക്ക് ഒരു ദൈവ പൈതലിൻ്റെ അടുത്തെത്തണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ദൈവത്തിൻ്റെ അനുവാദം വേണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ പിശാച് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അങ്ങനെ പ്രമാണമേ ഇല്ല. എന്തിനേറെ പ്രധാന ദൂതനാകുന്ന ഇല്ലേ, യൂദായുടെ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? യൂദായുടെ ലേഖനത്തിൽ എടുത്തൊന്ന് വായിച്ചു, കുഴപ്പമില്ല. അതിൻ്റെ 9-ാം വാക്യം. പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പം നമ്മൾ അതെന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് ദൈവം അനുവദിച്ചാൽ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിൽ എന്താ ചെയ്യണ്ടേ? നമുക്ക് കാര്യമുള്ളത് പിശാചിനോടല്ല. ഇന്ന് പലരും ചിന്തിക്കുന്ന പിശാചിനോടാണ് നമുക്ക് കാര്യമെന്നാ. നമുക്ക് കാര്യമുള്ളത് ആരോടാ? ദൈവത്തോടാ കാര്യം. അപ്പം ദൈവം പിശാചിനെ അനുവദിച്ചെങ്കിൽ പിശാചിനെ ആട്ടിപ്പായിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. പിശാചിനെ അനുവദിച്ച ദൈവത്തോട് അടുത്തു വരികയാണ് വേണ്ടത്. ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തു വരിക.
ദൈവത്തോട് അടുത്ത് വരുന്ന ഒരാൾ പിശാചിനോട് എതിർത്താണ് നിൽക്കുന്നത്. മനസ്സിലാക്കണേ. അപ്പോൾ നമ്മൾ ഈ പിശാചിനോട് മണ്ടയ്ക്ക് അവനത് ചെയ്തു, ഇവനത് ചെയ്തു, അല്ലെ അവരത് ചെയ്തു, അത് ദൈവത്തോട് അടുത്ത് വാ. കാരണം ദൈവം അനുവദിക്കുന്ന ഒരു ഫെയിലിയറിന് ഒരു ഉദ്ദേശമുണ്ട്, ഉദ്ദേശമില്ലാതല്ല. ഇവിടെ നോക്കണം, ആ ദൈവം അനുവദിച്ചതാകുന്ന പിശാച് കോതമ്പ് പോലെ പാറ്റിക്കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? ഇപ്പം താൻ പ്രമാണിത്വം ഒന്നുമില്ല, ഞാൻ എല്ലാവരെക്കാളും വലിയ ആളാണെന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ തടവിലാകാനും മരിക്കാനും, അവരൊക്കെ പോകുമായിരിക്കും, പക്ഷെ ഞാൻ തടവിലാവും, ഞാൻ മരിക്കും എന്നുള്ള ചിന്തയൊന്നുമില്ല. പിന്നെന്താ? ഒരു ഹംബിൾ ഫെലോ എൽഡർ ഓഫ് ദ ചർച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലുള്ള പരിചയവും പക്വതയും സീനിയോറിറ്റിയും ഒക്കെ കൂടുമ്പോഴേ സത്യത്തിൽ താഴ്ചയാ വരേണ്ടത്, താഴ്മയാ വരേണ്ടത്. ഞാൻ വലിയ ആളാകുന്നു എന്നുള്ളൊരു ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ ബൈബിൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് എൻ്റെ പശ്ചാത്തലം അതായിരുന്നതുകൊണ്ട് ഞാൻ സൺഡേ സ്കൂളിനൊക്കെ പോയിട്ടുണ്ട്, സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ അങ്ങനെ ദൈവവചനം കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഒരുവിധപ്പെട്ട ഒരു വേദഭാഗമൊക്കെ അല്ലെങ്കിൽ ഒരു വേദപുസ്തകത്തിലെ ഒരു സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എവിടെ നിന്നാണെന്ന് പറയാൻ എനിക്ക് അന്ന് പറ്റുമായിരുന്നു, ആ സമയത്ത് പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെയൊക്കെയുള്ള സഹപാഠികളുടെ ഇടയിൽ ഞാനൊരല്പം അറിയാവുന്ന ഒരാളെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം അവരൊക്കെ എന്നോട് പല കാര്യം, ഇന്ന വാക്യം ഇടുക, അല്ലെ ഇന്ന റെഫറൻസ് എവിടെ എന്നൊക്കെ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. അല്ലെ ഇന്ന സംഭവം അതെവിടാ എന്ന് ചിലർ ചോദിക്കും, പെട്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്തോ വേദപുസ്തകത്തിലെ ഏത് കാര്യമോ അറിയാൻ എനിക്കെല്ലാം അറിയാം. എന്നാൽ ഈ 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചിന്തക്കാരി എന്നറിയോ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്കൊന്നും അറിയത്തില്ലെന്ന്. ഇന്ന് 20-ലധികം വർഷങ്ങൾ ദൈവവചനം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് അറിയാവുന്നത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഈ ദൈവവചനമാകുന്ന ഈ സമുദ്രത്തിൻ്റെ അരിക്ക് വന്നേച്ച് ചുമ്മാതെ കയ്യിൽ വെള്ളം കോരിയിട്ട് നിൽക്കുന്ന പോലെ ഉള്ളിപ്പോഴേ, അത്ര അഗാധമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, the more we know the things of God, we ought to be aware of our own ignorance. നമ്മുടെ ഇഗ്നോറൻസിനെ കുറിച്ചുള്ള അവയർനെസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ എന്തോ ചോദ്യം വേണേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തന്നേക്കാം, ഈ ചിന്തയൊന്നും മനസ്സിൽ വരരുത്. നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ നാളുകൾ കഴിയും തോറും നമ്മൾ ചെറുതാകണം. അതാ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. അവനോ വളരണം, ഞാൻ എന്ത് ചെയ്യണം? കുറയണം. കാരണം ഞാൻ വന്നത് അവനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. യേശുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ ഞാൻ വലുതായിരുന്നാൽ യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. യേശു വെളിപ്പെടണമെങ്കിൽ ഞാൻ ചെറുതാകണം. കർത്താവ് എന്നിൽ വളരാകുമ്പോഴേ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. ദ മോർ വി ആർ, ദ മോർ ടൈം, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവമക്കളുടെ ആ മനോഭാവം ഇങ്ങനെയായിരിക്കണം. അപ്പോസ്തലനായ പത്രോസിൽ ഇതാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.
തൻ്റെ ആ താൻ പ്രമാണിത്വമോ അല്ലെ താൻ വലിയവനാണെന്നുള്ള ഒരു ചിന്തയില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ദൈവം അനുവദിക്കുന്ന പരാജയങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട പാഠം പഠിക്കണം. ദൈവം അനുവദിക്കുന്ന ആത്മീയമായിട്ട് ഏത് വിഷയത്തിലുമാകട്ടെ ദൈവം അനുവദിക്കുന്ന ആ പരാജയങ്ങളുണ്ടല്ലോ. പത്രോസിൻ്റെ പരാജയം അട്ടർ ഫെയിലിയർ ആയിരുന്നു താൻ അക്നോളജ് ചെയ്യുന്നുണ്ട്. കാരണം ഒടുവിൽ ഈ 3 വർഷത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞേച്ച് ഉയർപ്പും കഴിഞ്ഞേച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഉയർപ്പും കണ്ടേച്ച്, ഉയർപ്പിന് സാക്ഷ്യം വഹിച്ചേച്ച്, ഉയർത്തെന്ന് മനസ്സിലാക്കിയേച്ച് ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോവുക, നിങ്ങൾ. അതിൻ്റെ അർത്ഥം എന്നാ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞേ? അത് ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് കണ്ടേച്ചാ, അത് മനസ്സിലാക്കിയേച്ചാ പറയുന്നേ, ഞാൻ മീൻ പിടിക്കാൻ പോവാ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ദൈവത്തിന് അതായിരുന്നു വേണ്ടതും, കർത്താവിന് അതായിരുന്നു വേണ്ടതും. എന്നെക്കൊണ്ട് ഇതിന് കൊള്ളുകയില്ലെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞപ്പം അന്നേരം തൊട്ടാണ് ദൈവം പത്രോസിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു ലെസൺ പിന്നീട് മറന്നിട്ടില്ല. മനസ്സിലാക്കുന്നുണ്ട്? ആ ലെസൺ പിന്നീട് മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിനും വെളിപ്പെടുവാനുള്ള തേജസ്സിനും കൂട്ടാളിയാകുന്ന നിങ്ങളിൽ ഒരു കൂട്ടുമൂപ്പൻ മാത്രമായ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുക. അപ്പോസ്തലൻ എന്ന നിലയിൽ കൽപ്പിക്കാൻ തനിക്ക് കഴിയും. കാരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനയെന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ വേണേൽ പറയത്തില്ലേ? കാരണം അപ്പോസ്തലനാ, അങ്ങനെ പറയാം. പക്ഷെ പറയുന്നില്ല, നിങ്ങളിലൊരു കൂട്ടുമൂപ്പനാകുന്ന ഞാൻ, അതും പ്രബോധന വചനമായിട്ട് പറയുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആത്മീകമാകുന്ന വളർച്ച നമുക്കുണ്ടായെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ഏതിലൂടെയാ? നമ്മൾ മറ്റുള്ളവരെക്കാളും കേമന്മാരാണെന്ന് മനസ്സിലാകുമ്പോഴല്ല. ഞാൻ മറ്റുള്ളവരെക്കാളും പ്രാർത്ഥിക്കുന്നവന്, ഞാൻ മറ്റുള്ളവരെക്കാളും ഉപവസിക്കുന്നു, ഞാൻ മറ്റുള്ളവരെക്കാളും ബൈബിൾ വായിക്കുന്നു. നോ, അതൊക്കെ ഉണ്ടാകാം, ഗുഡ്. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ ഔട്ട് വർക്കിംഗ് എന്താ? പ്രായോഗികമായിട്ട് അതെങ്ങനെ മനസ്സിലാകുന്നേ? ഞാൻ മറ്റുള്ളവരെക്കാളും പ്രാർത്ഥിക്കുന്നയാളെന്ന്. പ്രായോഗിക ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെക്കാളും കുറഞ്ഞവനാണെന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാകുമ്പോഴും ആ നിലയിൽ ഞാൻ ജീവിക്കുമ്പോഴുമാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിന് ഫലമുണ്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതൊരിക്കലും മറന്നു പോരുത്. ഈ ലെസൺ പത്രോസ് ഒരിക്കലും ഈ ലെസൺ തൻ്റെ ജീവിതത്തിൽ മറന്നില്ല. പിന്നീട് തനിക്ക് വീണ്ടും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായി. പിന്നീടും തനിക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അന്ത്യോക്യയിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് കുറേ മൂപ്പന്മാർ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇവരുമായിട്ടൊന്നും, ഈ ജാതികളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്നു. ഉടനെ പക്ഷേ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? പരസ്യമായിട്ട് ശാസിച്ചു. പക്ഷെ അത് പത്രോസിന് കർത്താവ് ഇതിനു മുൻപേ ഈ ലെസൺ ഇവനെ പഠിപ്പിച്ചതുകൊണ്ട് പൗലോസിനോട് വിരോധമൊന്നും തോന്നിയില്ല. പിന്നെന്താ പറഞ്ഞേ? പിന്നീട് ലേഖനം എഴുതും പറയുന്നത്, നമ്മുടെ പ്രിയ സഹോദരനാകുന്ന പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനപ്രകാരം ഇത് എഴുതിയിട്ടുണ്ടല്ലോ. നോക്കി എത്ര ഹൈ എസ്റ്റീമിലാണ് തൻ്റെ സഹോദരനെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കാവശ്യമാണ്. ഇത് ആ ഒരു പാറ്റേണിലേക്ക് ദൈവമക്കൾ വന്നു കഴിയുമ്പോൾ ദൈവസഭ എത്ര അനുഗ്രഹിക്കപ്പെടുമെന്നറിയാമോ? ഒരുവനെ മറ്റുള്ളവന് എന്നെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് എനിക്കുള്ള തിരിച്ചറിവ്, എനിക്കുള്ളതാകുന്ന
ആ തിരിച്ചറിവ്. ആകട്ടെ, ഞാൻ എൻ്റെ സമയം വളരെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പത്രോസ് പറയുന്നതാകുന്നൊരു കാര്യം, നിങ്ങളുടെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരും, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. ഒന്നാമതായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ മൂപ്പന്മാരോട് പറയുക, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. ഈ സഭ ആരുടേതാ? സഭ മത്തായിച്ചൻ്റെയും തോമാച്ചൻ്റെയും മറിയാമ്മയുടെയും ഒന്നുമല്ല. സഭ ദൈവത്തിൻ്റെതാ, ദൈവത്തിൻ്റെ സഭയാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള മൂപ്പന്മാരോട് പറയുമ്പോൾ, ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടമെന്നാണ് പറയുന്നത്. അയ്യോ, ആ ഒരു തിരിച്ചറിവ് ദൈവസഭയിലേക്കും പ്രത്യേകിച്ച് ആ ലീഡർഷിപ്പിലേക്കും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും താല്പര്യപ്പെടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നുകൊണ്ട് ഇന്ന് കാണുന്ന പല രോഗങ്ങളും സഭയെ കാണുകയില്ല. ദൈവം ആരാ? ദൈവസഭ ആരുടേതാ? ദൈവത്തിൻ്റെതാ ദൈവസഭ. ദൈവം താൻ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചു. ആ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ ആ വിചാരണയിലേക്ക് ദൈവം ചിലരെ തെരഞ്ഞെടുത്തത് മഹാഭാഗ്യമായിട്ടാണ് കരുതേണ്ടത്. അല്ലാതെ ദൈവം എന്നെയോ അല്ലെ വേറൊരാളെയോ എടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ഐ ആം എ കട്ട് അബവ് ദ റെസ്റ്റ് എന്നുള്ള ചിന്തയല്ല വരേണ്ടത്. ദൈവസഭയെ പരിപാലിക്കാനായിട്ട് ഒരു യോഗ്യതയുമില്ലാത്ത ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുക. അനുഗ്രഹീതനാകുന്ന A.W. ടോസർ, അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ട്രൂ പ്രോഫറ്റായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എഴുതിയ ഒരു എസ്സേ ഉണ്ട്, വളരെ മനോഹരം. നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത് കിട്ടുമെങ്കിൽ മേടിച്ചു അത് സെർച്ച് ചെയ്ത് വായിക്കണം. ഇംഗ്ലീഷിലാണ്. ദ അൺനോൺ സെയിൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്, ഒരു എസ്സേ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കോൺഗ്രിഗേഷനിൽ ഒത്തിരി പേരുണ്ടാകും. അദ്ദേഹം പറയുക, ഞാൻ പറയുന്ന പല കാര്യങ്ങളും അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടും അതൊക്കെ വിനയത്തോടെ എന്നെ കേൾക്കുന്ന ഞാൻ അറിയാത്ത ഒരുപാട് വിശുദ്ധന്മാരെൻ്റെ കൂട്ടായ്മയിലുണ്ട് എന്ന് അദ്ദേഹം പറയുക. ഹൗ! ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ആ തിരിച്ചറിവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം, ആ ദൈവസഭ, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ കൃഷി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ളതാകുന്ന വേലക്കാരും പണിക്കാരുമായിട്ടാണ് ആ ശുശ്രൂഷക വൃന്ദത്തെ ദൈവസഭയിൽ ദൈവവചനത്തിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ഞങ്ങൾ വേലക്കാർ. ഒരുത്തൻ നട്ടു, വേറൊരുത്തൻ വെള്ളം കൊടുത്തു, ദൈവമല്ലോ വളരുമാറാക്കുന്നത്. അങ്ങനെ ഞങ്ങളെ എണ്ണിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ് പോലും പറയുന്നത്. ഞങ്ങളുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കരുതേ കൊരിന്ത്യരെ. അതാ പച്ച മലയാളത്തിൽ അതാ പറയുന്നത്. ഞങ്ങളുടെ പേരിൽ പാനൽ ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കരുത്. പിന്നെ എന്താ? ഞങ്ങളെ ആരെന്നെണ്ണം?
അങ്ങനെ തന്നെ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാനൊന്ന് ഒരു കണ്ടംപററി ലാംഗ്വേജിലൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, ആനുകാലിക ഭാഷയിലൊന്നാക്കിയെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അവിടെ. കാരണം മുകളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഒരുത്തൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, വേറൊരുത്തൻ ഒരു സൂപ്പർ സ്പിരിച്വൽ ആൾ വന്ന് ഞങ്ങൾ ഇവരാരുടെയും പക്ഷക്കാരനല്ല, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്. അങ്ങനെയുള്ളതാകുന്ന പക്ഷം പിടിക്കുന്ന ആ സഭയോടാ പറയുന്നേ, ഞങ്ങളെ വേലക്കാരെന്ന് എണ്ണിക്കൊള്ളട്ടെ. അയ്യോ, ആ ബിബ്ലിക്കൽ പാറ്റേണിലേക്ക് നമ്മളൊന്ന് മടങ്ങി വന്നെങ്കിൽ, വേദപുസ്തക മാതൃകയിലേക്ക് ദൈവസഭയൊന്ന് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അത് വരുന്നത് എങ്ങനെയാ? ഇൻഡിവിജ്വലി നമ്മളിലുള്ള വ്യത്യാസം കൊണ്ടാണ് വരുന്നത്. നമുക്കിപ്പം കുമ്പനാട്ടെ കാര്യവും മുളക്കഴയിലെ കാര്യവും ഒന്നും നന്നാക്കാൻ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റുന്ന കാര്യമല്ല, അതൊക്കെ ഇമ്പോസിബിളാണ്. നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മളിൽ ഈ വ്യത്യാസം വരിക എന്നുള്ളതാണ്. അത് നമ്മുടെ കൺസേൺ ആയിരിക്കും, അതിനെക്കുറിച്ച് കൺസേണൊക്കെ ഉണ്ട്. പക്ഷേ ആ കൺസേണും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് നമുക്ക് നന്നാക്കാൻ പറ്റത്തുമില്ല. നമുക്ക് പറ്റുന്നത് നമ്മളിൽ ഇത് തുടങ്ങുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. അങ്ങനെ ഓരോ കൂട്ടത്തിലും ഒന്ന് തുടങ്ങിയാലോ എന്നോ സംഭവിക്കൂ. പ്രിയപ്പെട്ടവരെ, അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ വാക്കുകൾ ഞാൻ ഒത്തിരി ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. പത്രോസിനോട് ഇത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, ആ റെസ്റ്റോർ ചെയ്യുന്ന ആ ഭാഗമുണ്ടല്ലോ, മീൻ പിടിക്കാൻ പോയിട്ട്, മുമ്പേ ഞാൻ റെഫർ ചെയ്ത ആ വേദഭാഗം, മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ആ കടൽക്കരയെ വെച്ച്, ഗലീല ആ തടാകത്തിൻ്റെ കരയിൽ വെച്ച് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഇതിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ആടുകളെ, ആദ്യം പറയുന്നു 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആടുകളെ പരിപാലിക്കുക. പിന്നെ പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ട് കാര്യം പറയുന്നുണ്ട്, 14-ലും 17-ലും പറയുന്നുണ്ട്. എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ ഈ കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ വിചാരണയിൽ ദൈവം തന്നേ ഉള്ളൂ. നിങ്ങളുടെ വിചാരണയിൽ ദൈവം തന്നേ ഉള്ളൂ. മൂപ്പന്മാരോട് പറയുക, അല്ലെ ആ എൽഡേഴ്സിനോട് പറയുക. എൽഡേഴ്സ് എന്ന് പറയും, ഞാനിത് പറയുമ്പോൾ ദൈവസഭയിലുള്ള ആ ലീഡർഷിപ്പ്, ഏതെല്ലാം നിലയിൽ ദൈവം ലീഡർഷിപ്പിനെ, കമ്മിറ്റി മാത്രമല്ല, പല നിലകളിൽ ദൈവം ലീഡർഷിപ്പിലേക്ക് ആൾക്കാരെ വിളിക്കും. പല ശുശ്രൂഷകളുണ്ട്, അവരോടെല്ലാം കൂടെ പറയുന്നത്. നമ്മളെ ദൈവം എന്ത് ചെയ്യുക? അതിനുള്ള ഭാഗ്യം തന്നേക്കുക. ആ ഒരു പ്രത്യേക കൃപ ദൈവം നമുക്ക് തന്നതാ. ഇത് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് പറയുകയാണ്, ആ ആടുകളെ, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. അങ്ങനെ മേയ്ക്കുമ്പോൾ 3 വിധത്തിലുള്ളതാകുന്ന തെറ്റായ മോട്ടിവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ 3 മോട്ടിവേഷനുമുള്ള മറുമരുന്നും ഇവിടെ പത്രോസ് പറയുക. ദൈവം ആ ലീഡർഷിപ്പിലേക്ക് വിളിക്കുന്നവരിൽ നമ്മളെല്ലാം മനുഷ്യരല്ലേ, ഈ പാപത്തിൻ്റെ ആ ശക്തി നമ്മളിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 വിധത്തിലുള്ള പ്രധാനപ്പെട്ട ആ തെറ്റായ പ്രവണതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ 3 കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചേച്ച് ആ 3 കാര്യങ്ങൾക്കെതിരെയുള്ളതാകുന്ന മറുമരുന്ന് പത്രോസ് ഇവിടെ പറയുക. എന്തൊക്കെയാണത്? ഇവിടെ നമ്മൾ വായിക്കുന്നു, നോട്ട് അണ്ടർ കമ്പൽഷൻ ബട്ട് വോളണ്ടറിലി അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായെന്ന് പറഞ്ഞാൽ വില്ലിംഗ്ലി. ഞാൻ എന്തിനാ സെർവ് ചെയ്യുന്നത്? എൻ്റെ മേൽ നിർബന്ധം കിടക്കുന്നത് കൊണ്ടാകരുത്. ദൈവസഭയിൽ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ
ആരേലും അത് ചെയ്തേ പറ്റൂ, അതുകൊണ്ടെന്നാ ചെയ്തേക്കാം. നോ, അങ്ങനല്ല. ആരേലും ചെയ്തേ പറ്റൂ. ഇപ്പോൾ അവിടെ ചെയ്യാനൊക്കെ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്നും ആവശ്യമില്ല. അത് തെറ്റാ, അത് തെറ്റാ. ഇവിടെ പറയുകയാണ് നിർബന്ധം കൊണ്ടല്ല. ഇപ്പം ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയാലേ ശുശ്രൂഷ വരുത്, അങ്ങനൊന്നുമല്ല. അങ്ങനല്ല, പൊസിഷനിലല്ല. നിർബന്ധം വന്ന് ഇപ്പോൾ പൊസിഷനിലാക്കി ഒരാളെ ആക്കി കഴിഞ്ഞ് ചെയ്തേ പറ്റൂ. അവർ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവർ പറഞ്ഞ ഒരു കാര്യം, ഉദാഹരണം പറയുന്നത് ക്ഷമിക്കണം. ഒരു സഭയിലെ കാര്യം, നിങ്ങൾ ഈ വർഷം ഒന്ന് ഭരിക്കേ അല്ലേ, ഞങ്ങളൊന്ന് കാണട്ടെ. ഈ വർഷം നിങ്ങൾ ഭരിക്കുക, ഞങ്ങൾ കാണട്ടെ. ഒപ്പോസിഷനും ഭരണപക്ഷവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നിർബന്ധത്താൽ അല്ല, നിർബന്ധത്താലല്ല. പിന്നെന്തുവാ? ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു ശുശ്രൂഷയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അതൊരു ഡ്യൂട്ടി അല്ല, അതൊരു ഡിലൈറ്റ് ആകണം. ഡിലൈറ്റ് ആകണം, ഡിലൈറ്റ് ആകണം. പേഴ്സണൽ എക്സാമ്പിൾ പറയുന്നത് ക്ഷമിക്കണം. ഞാൻ എന്നെ തന്നെ ഒരു പ്രത്യേക രീതി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. മെൻ്റലി ടാക്സിങ് ആണ്. മണിക്കൂറുകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ടാക്സിങ്ങാണ്. ഫിസിക്കലി ഡ്രെയിനിങ് ഔട്ട് ആകുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഫിസിക്കൽ ഡ്രെയിൻ ഔട്ടും മെൻ്റലി ടാക്സിങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്നറിയാം? അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ട്, അതിനകത്ത് സന്തോഷമുള്ളത് കൊണ്ട്. നമ്മളൊരു കാര്യം ഈ ദൈവവചനത്തിങ്കൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. അങ്ങനെ സന്തോഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിർബന്ധം, ഇന്ന് വായിച്ചില്ലല്ലോ അതുകൊണ്ടൊരു ഭാഗം അങ്ങ് വായിച്ചേക്കാം, അതിനകത്ത് ഒരു സന്തോഷം വരികയില്ല. ഞാൻ ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വേണമല്ലോ, അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം ഇന്നെടുത്ത് അങ്ങ് വായിച്ചേക്കാം, അതിനകത്ത് വലിയ സന്തോഷമൊന്നും വരികയില്ലെന്നേ. അല്ലെ, ഇന്ന് കൂട്ടായ്മയ്ക്ക് പോയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നോ കരുതും, അല്ലെ പാസ്റ്റർ എന്നോ ചിന്തിക്കും, അല്ലെങ്കിൽ സെക്രട്ടറിയും കമ്മിറ്റി മെമ്പേഴ്സ് എന്നോ ചിന്തിക്കും. അതിനകത്ത് എന്തോ സന്തോഷമാണുള്ളേ, നല്ല സന്തോഷം ഉണ്ടാവുമോ? ഇവിടെ വന്നിരുന്ന് ചുമ്മാതെ ഇരുന്നേച്ച് പോകാമെന്നല്ലാതെ പിന്നെ ചിലപ്പം ഈ നല്ല എ സിയുടെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒന്നും മയങ്ങിയിട്ട് പോകാം. ഇതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഞാൻ പറഞ്ഞിട്ട് വില്ലിങ്നെസ് ഉണ്ടാകാതെ നമുക്ക് ദൈവിക വിഷയങ്ങളിൽ ഡിലൈറ്റ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ്? പകലന്തിയോളം വെയിലും കൊണ്ടേച്ച് എങ്ങനെയും ഓടി വരണമെന്നുള്ള താല്പര്യം എന്തുകൊണ്ടാണ്? അത് ഡിലൈറ്റ് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? നിർബന്ധത്താലല്ല, നിർബന്ധം കൊണ്ടല്ല, ആ സന്തോഷം കൊണ്ടാണ്. അതങ്ങനെ ആയിരിക്കണം ദൈവസഭയിലെ ശുശ്രൂഷ. നിർബന്ധത്താൽ അരുത്. പിന്നെന്താ? അതുകൊണ്ടാണ് ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ഹിതമാവണ്ണം, ഗ്രഡ്ജിംഗ്ലി അല്ല, നിർബന്ധത്താലല്ല. ദൈവത്തിന് ഗ്രഡ്ജിങ് ആയിട്ടുള്ള, നിർബന്ധത്താലുള്ള, ആരെങ്കിലും ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ചെയ്യുകയാണെന്നുള്ളതാകുന്ന ആ ശുശ്രൂഷ ദൈവത്തിന് ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. കെ.വി. സൈമൺ സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, പൂർണ്ണ ഹൃദയ സേവ വേണം. കാരണം പൂർണ്ണ ഹൃദയത്തോടുള്ളതാകുന്ന സേവയെ ദൈവത്തിന്, അതിലാണ് ദൈവം ഡിലൈറ്റ് ചെയ്യുന്നത്. ഞാൻ വേദപുസ്തകം വായിക്കുന്നത് എനിക്ക് ഇന്ന് വായിക്കുന്ന ഭാഗം അങ്ങ് വായിക്കാൻ വേണ്ടിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതിനകത്ത് വലിയ പ്രസാദമൊന്നുമില്ല.
ഇന്ന് എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് മണിക്കൂർ അതൊന്ന് തികയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് അതിനകത്ത് വലിയ പ്രസാദമൊന്നുമില്ല. എന്നാൽ അതിനേക്കാളും ദൈവത്തിന് പ്രസാദം 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, 10 മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളെങ്കിലും, ഞാൻ കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, 10 മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളെങ്കിലും ആ കൃപാസനത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ അങ്ങോട്ട് ചെന്ന് ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധമൊന്ന് പുതുക്കുന്ന ആ ഒരു സന്തോഷം ഒന്ന് ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നിഷ്ഠ ചെയ്യാനല്ലേ, എനിക്ക് സംഭവം എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ബൈബിള് വായിക്കണം, അതെനിക്ക് സന്തോഷമാണ്. ദൈവത്തിന് എന്തോ ഒരു പ്രസാദമായിരിക്കും അതല്ലേ. God doesn't want our grudging service. അതുകൊണ്ടാണ് യഹോവയുടെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശാപിക്കപ്പെട്ടവനെന്ന് യെരമ്യാവ് പറയുന്നത്. ഉദാസീനതയോടെയുള്ള ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. വില്ലിംഗ്ലി നിർബന്ധത്താല് അല്ല. ഈ നിർബന്ധത്താലൊക്കെ വരുന്നത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലരെ അന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ പറയാണ്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല, ഈവനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടങ്ങ് കൊടുത്തേക്കാവുന്ന അങ്ങ് നേരും. പുതിയ നിയമത്തിൽ അങ്ങനെ നേരുന്നതിനെ കുറിച്ചൊന്നുമില്ല. നേർന്നതുകൊണ്ട് അങ്ങനെ തെറ്റുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊരു തെറ്റല്ല, അതിൽ തന്നെ തെറ്റൊന്നുമല്ല. നേർന്നു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ എന്നിട്ട് അവനോട് പറയട നിന്നെ നേർന്നേക്കുക, അതുകൊണ്ട് അവനൊരു താല്പര്യോട്ടില്ല താനും. പിന്നെ നേർന്നേക്ക് ആയതുകൊണ്ട് പോകും. വല്ല പ്രയോജനമുണ്ടോ? നേർന്നോ? കുഴപ്പമില്ല. നേരുന്ന അങ്ങനെ ഒരു ദൈവസ്നേഹത്തെ അങ്ങനെ നേർന്നു, അത് തെറ്റല്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിച്ചതാ, അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് വിളിക്കണം, അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനൂടെ തുടങ്ങണം. നേരുന്ന ദിവസം തൊട്ട് ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് എൻ്റെ ചിന്ത. ദൈവത്തിൻ്റെ കോള് ഉണ്ടാകാതെ, ആ പ്രത്യേക നിയോഗം ഉണ്ടാകാതെ. പിന്നെ ചിലർ പറയും, എന്നോട് 3 പ്രവാചകന്മാർ പറഞ്ഞു. ഞാൻ അവരെ കുറ്റം പറയാനല്ല സമയം. ഈ ചിലരെ കണ്ടാൽ ഈ പ്രവാചകന്മാർ വന്ന് സൂക്ഷ്മം തല കൈവച്ചിരിക്കും. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ 10-25 വർഷത്തെ ശുശ്രൂഷയിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ചില സഹോദരിമാരെ കണ്ടാൽ സൂക്ഷ്മം വന്ന് തല കൈവച്ചിരിക്കും. അവരുടെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ പറയുന്നത് തെറ്റാന്ന് തോന്നുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം. സ്ഥിരം കൈവെക്കുന്ന പാർട്ടികളുണ്ട്. അതിൻ്റെ കാര്യം എന്നാ? ഞാനിത് ഒരു ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞെങ്കിലും ഇതിനകത്തൊരു ഫാക്റ്റുണ്ട്. ചില സഹോദരന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നവരെ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇത് പലരും വന്ന് പറയും. അപ്പം ഇവൻ ചിന്തിക്കും, ചുമ്മാ അത് കേട്ടിറങ്ങും. ഒടുവിൽ നിർബന്ധത്താൽ അരുത് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായി ഉദാഹരണം പറയാം, ക്ഷമിക്കണേ. ഞാൻ ആരെയും പ്രവചനപരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്, ഞാൻ കൃപാവരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. കാരണം വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആരും പറഞ്ഞുകൊണ്ടല്ല, വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എനിവേ, അല്ലെങ്കിൽ ചിലർ പല പരിപാടികൾ ചെയ്ത് നോക്കിയോളൂ. ജോലി ചെയ്തു, അത് ശരിയാകുന്നില്ല. ബിസിനസ് ചെയ്യുന്നു, അത് ശരിയാകുന്നില്ല. എന്നാ ഇനി പ്രിയപ്പെട്ടവരെ, നിർബന്ധത്താൽ ആരും ഇറങ്ങരുത്. ഒരു നിർബന്ധവും.
ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ദൈവം വിളിക്കുകയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം വിളിക്കുകയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം അങ്ങനെയുള്ള സാഹചര്യം ഉപയോഗിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നിർബന്ധത്താലരുത്. ആ ദൈവത്തിൻ്റെ കോള് വരുമ്പം ഹിയർ ആം ഐ, സെൻഡ് മീ എന്ന് പറയാൻ കഴിയുന്ന ഒരനുഭവം. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് യെശയ്യാവിനോട് ചോദിച്ചപ്പം ഉടനെ ആ റെസ്പോൺസ്, അടിയനിതാ. മനസ്സിലാവുന്നുണ്ടോ? നിർബന്ധത്താൽ അരുത്. നിർബന്ധത്താലുള്ള കാര്യമൊന്നും, ഗ്രഡ്ജിങ്ങിലി ഉള്ളതൊന്നും, അതൊന്നും വലിയ ദൈവസന്നിധാനത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിലൊക്കെ അത് ചിലപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും. ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നത് അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മതി, ഇല്ലേ? ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസറിനെ ഉള്ളി പ്രാഗിക്കൊണ്ടാണ് ചെയ്യുന്നതെന്നൊന്നും അവരറിയുന്നില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അത് മതി. എന്നാൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന ഓരോ കാര്യവും എന്തു ചെയ്യണം? വില്ലിംഗ്ലി, നിർബന്ധത്താൽ അരുത്. പിന്നെ എന്തു ചെയ്യണം? മനഃപൂർവമായി ദൈവത്തിന് ഹിതമാം വണ്ണം. അതാ ദൈവസഭയിലെ ശുശ്രൂഷകൾ. അതാണ് പത്രോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, അപ്പോൾ എൻ്റെ സമയം തീരുകയാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. രണ്ടാമത്തെ വിഷയം, ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. ദുരാഗ്രഹം എന്നുള്ളത് ഇവിടെ നമ്മൾ വായിക്കുന്നത് അൺജസ്റ്റ് ഗെയിൻ, ദ്രവ്യാഗ്രഹം. ശുശ്രൂഷയിലേക്ക് വരുന്നത് ഇതൊന്നും വിചാരിച്ചിട്ടായിരുന്നു. ഗെയിനോ, എന്തോ ആ ഗെയിൻ, എന്നോ കിട്ടും. ആ ഒരു ചിന്തയോടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുക, പത്രോസ് പറയാ, നോ, അങ്ങനെയല്ല, ഉന്മേഷത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉന്മേഷത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എംഫസൈസ് ചെയ്യുക, എന്തോ കിട്ടുമെന്നുള്ളതല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ പുൾപിറ്റിൽ നിന്നും കേൾക്കുന്നത്. നമ്മുടെയും ചിന്ത അത് തന്നെ. എല്ലാം എന്തോ എന്നോ കിട്ടും. അതുകൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ടല്ലോ, ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒന്നും തരാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഉണ്മാനും ഉടുക്കാനും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ബാക്കി കിട്ടിയതെല്ലാം ബോണസാണ്. 2-3 ഷർട്ട് മതി, അത് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബോണസാ, സർപ്ലസാ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പിന്നെ ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇടയശ്രേഷ്ഠനാകുമ്പം അന്നാ കിട്ടുന്നത്. ഇവിടെ വെച്ചൊന്നും തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ പഠിപ്പിക്കൽ അങ്ങനല്ല. ഇന്നത്തെ പഠിപ്പിക്കൽ ഇവിടെ വെച്ച് ഇതെല്ലാം കിട്ടുമെന്നാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൺവിക്ഷനോടാണ് അത് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കാണീര്, ഞാൻ പറഞ്ഞാൽ തിരിച്ചെടുത്തോളാം. തെറ്റിയെന്ന് ക്ഷമയും പറയാം. അല്ല, തെറ്റ് പറ്റിയെങ്കിൽ തെറ്റിയെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അതിന് മടിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഇന്നല്ല തരാമെന്ന് പറഞ്ഞേക്കുന്നത് തേജസ്സിൻ്റെ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഇന്നല്ല. ഒരു ദിവസമുണ്ട്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ആ ഭക്തന്മാർ പാടിയത് ഇന്നത്തെ പാട്ടല്ലേ, പഴയ പാട്ടാ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ, അന്നു നേരിൽ
നിന്നരികിൽ വന്ന് കതിരുകൾ കാണും ഞാൻ. അതാ ബിബ്ലിക്കൽ പാറ്റേൺ, വേദപുസ്തകത്തിൻ്റെ മാതൃക അതാ. ആകട്ടെ, എൻ്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ദുരാഗ്രഹത്തോടെയല്ല, പിന്നെ എങ്ങനെ വേണം? ഉന്മേഷത്തോടെ. അടുത്തത്, ചിലർക്ക് ദുരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ആദായമാണ് വേണ്ടെങ്കിൽ, വേറെ ചിലർക്ക് അന്യായ ആദായമൊന്നുമല്ല, ഒരു സ്റ്റാറ്റസ് മതി. അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഓർഡിനേഷനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരും, ഒരു സ്റ്റാറ്റസ് മതി. ആരോ പറഞ്ഞെന്നാ പറഞ്ഞ്, ഇനിയും എന്നെ ഇവാഞ്ചലിസ്റ്റ് എന്നൊന്നും വിളിക്കരുത്, ഞാൻ പാസ്റ്ററാ. വേറെ ആൾ പറഞ്ഞത്, ഇനി ഞാൻ ബ്രദറല്ല പാസ്റ്ററാ. എൻ്റെ പൊന്നെ, ഇവിടെ വായിക്കുന്നതന്നെ ഇടവകളുടെ മേൽ കർത്തൃത്വം, ലോഡ്ഷിപ്പ് നടത്തുന്നവരായിട്ടല്ല, സ്റ്റാറ്റസിന് വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെങ്ങനെയാ? ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്ന് കൊണ്ടും അധ്യക്ഷ ചെയ്യുവിൻ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ താഴോട്ട് വായിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വ്യക്തമാണ്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? തേജസ്സിൻ്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ റിവാർഡെന്ന് പറയുന്ന പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ട്. എങ്കിലും ഞാൻ നെക്സ്റ്റ് വീക്കിൽ ആ കാര്യം പറയാം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഒരു എർത്തലി റിവാർഡല്ല, ലോകത്തിലുള്ളതാകുന്ന ഒരു റിവാർഡിനെ കുറിച്ചല്ല ദൈവസഭയിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറയുന്നത്. ഇന്ന് ഒന്നും കിട്ടിയെന്ന് വരികയില്ല. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട്, ദൈവിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എത്ര നന്നാകും. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി വരട്ടെ, നമ്മുടെ സഭകൾക്ക് അനുഗ്രഹമായിട്ട് വരട്ടെ, നമ്മുടെ കൂട്ടായ്മകൾക്ക് അത് അനുഗ്രഹമായിട്ട് വരട്ടെ. ഫെയിലിയേഴ്സ് അത് ആത്യന്തികമല്ല. മനസാന്തരപ്പെട്ടാൽ നമ്മെ റെസ്റ്റോർ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. അതാ പത്രോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. കേട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം.